DLED അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഇപ്പോഴും പലർക്കും സംശയമുണ്ട്. പാലക്കാട് ഷുവർ ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികൾക്കും ഇൻ്റർവ്യൂ കാർഡ് ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയുടെ ഇൻ്റർവ്യൂ മെമ്മോ അനുസരിച്ച് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം. ഇൻ്റർവ്യൂ കാർഡ് ലഭിച്ച എല്ലാ കുട്ടികളും കൊണ്ടുപോകേണ്ടതാണ്. ഒറിജിനൽ ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ് ആൻഡ് SSLC സർട്ടിഫിക്കറ്റ്, SSLC +2 സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരും ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ കരുതേണ്ടതാണ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. കേരളത്തിന് പുറത്ത് നിന്ന് വന്ന് പഠിക്കുന്നവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്ലേസിലെ തഹസിൽദാറുടെ സൈനോട് കൂടിയിട്ടുള്ളത് വേണം ഹാജരാക്കാനായിട്ട്. കേരളത്തിന് പുറത്ത് നിന്ന് അപേക്ഷിച്ചവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടാതെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കേണ്ടതാണ്. വിരമിച്ച ജവാന്മാരാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. വിരമിച്ച ജവാന്മാരുടെ ആശ്രിതരാണെങ്കിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് തഹസിൽദാറിൽ നിന്നും ഹാജരാക്കേണ്ടതാണ്. സർവീസിൽ തുടരുന്ന ജവാന്മാരുടെ ആശ്രിതരാണെങ്കിൽ തഹസിൽദാറിൽ നിന്നോ ഓഫീസർ ഇൻ കമാൻഡൻറ്റിൽ നിന്നോ ലഭിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മെഡിക്കൽ ബോർഡിൽ നിന്നും ഇഷ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ NSS NCC വോളണ്ടിയേഴ്സൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കൂടെ ഹാജരാക്കണം. ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കോപ്പീസ് നമ്മൾ വെച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒറിജിനൽ കയ്യിൽ കരുതണം. EWS ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്, അതുപോലെ സംസ്ഥാന തലത്തിൽ മത്സരിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും കോപ്പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതേണ്ടതാണ്. ഇത് പാലക്കാട് ജില്ലയുടെ ഇൻ്റർവ്യൂ മെമ്മോ അനുസരിച്ചിട്ടുള്ള ലിസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. 2 വർഷം മുമ്പുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ചോദിച്ചിരുന്നു ഇൻ്റർവ്യൂ മെമ്മോയിൽ. അപ്പം മറ്റ് ജില്ലക്കാർ ഇത്രയും ഡോക്യുമെൻറ്റ്സ് എന്തായാലും കയ്യിൽ കരുതി വെക്കുക. ഇൻ്റർവ്യൂ മെമ്മോ ലഭിക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ലാസ്റ്റ് ഇയറിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും ഒന്ന് കയ്യിൽ കരുതി വെക്കുക. മറ്റ് ജില്ലകളിൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പാലക്കാട് ജില്ലയിൽ സയൻസ് ആപ്ലിക്കൻസിന് ഇന്ന് നടത്താനിരുന്ന ഇൻ്റർവ്യൂ സെപ്റ്റംബർ 26 തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് നടക്കുന്നതാണ്. നാളെ അതായത് സെപ്റ്റംബർ 24 ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുള്ള കാൻഡിഡേറ്റ്സിന് കാലത്ത് 10 മണിക്കാണ് ഇൻ്റർവ്യൂ ടൈം പറഞ്ഞിരിക്കുന്നത്. കൊമേഴ്സ് വിഭാഗത്തിലുള്ള കാൻഡിഡേറ്റ്സിന് ഷുവർ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇൻ്റർവ്യൂ ടൈം പറഞ്ഞിരിക്കുന്നത്. വെബ്സൈറ്റിൽ കൊമേഴ്സ് വിഭാഗത്തിന് പറഞ്ഞിരിക്കുന്ന ടൈം ഉച്ചയ്ക്ക് 2 മണിക്ക് എന്നാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികളും ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായിട്ട് തന്നെ ഹാജരാകേണ്ടതാണ്. സെൽഫ് ഫിനാൻസ് കോളേജുകളിലോട്ട് അപേക്ഷിച്ച സയൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് സെപ്റ്റംബർ 27 കാലത്ത് 10 മണിക്കാണ് ഇൻ്റർവ്യൂ ടൈം പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് സെപ്റ്റംബർ 28 കാലത്ത് 10-നാണ് ഇൻ്റർവ്യൂ ടൈം. കൊമേഴ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് സെപ്റ്റംബർ 28 ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഷുവർ ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികൾക്കും ഇൻ്റർവ്യൂ കാർഡ് അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പറഞ്ഞിരിക്കുന്ന ടൈമിൽ എല്ലാ ഡോക്യുമെൻറ്റ്സുമായിട്ട് ദയവായി ഹാജരാകുക. ഇപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്ന സംശയമാണ് എത്ര % വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നുള്ള കാര്യം. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ഷുവർ ലിസ്റ്റിലുള്ള കുട്ടികൾ വരാതിരിക്കുകയാണെങ്കിലാണ് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അതിലും സംവരണത്തിലുള്ള കുട്ടികൾക്കായിരിക്കും മുൻഗണന ലഭിക്കുക. അതുകൊണ്ട് മാർക്ക് അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനം പറയാനായിട്ട് സാധിക്കില്ല. PSC ഓഫീസിൽ നിന്നുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക. അതിൽ സംവരണമുള്ള മാർക്ക് കുറവുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് മുൻഗണന പ്രകാരം അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഓരോ ജില്ലയുടെയും അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികളുടെ % ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് മുൻപത്തെ വർഷത്തെ ബേസ് ചെയ്തിട്ട് ഒരിക്കലും ഒരു ഡിസിഷൻ പറയാനായിട്ട് സാധിക്കുന്നതല്ല. പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.